ഹായ് ഗൈസ്, ബാക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഗ്രാനി ചാപ്റ്റർ 2 ആയിട്ടാണ്. ഇതിൽ നമ്മളൊന്ന് കളിക്കാൻ പോണത് കഴിഞ്ഞ വട്ടം നമ്മൾ കളിച്ചത് ഗ്രാൻഡ് പന വെച്ചിട്ടായിരുന്നു. ഈ വട്ടം നമ്മൾ കളിക്കാൻ പോണത് ഗ്രാനിനെ വെച്ചിട്ടാണ് ഗൈസ്. ഗ്രാനി നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം സീനാണ്. ഗ്രാൻഡ് പന മാറിയല്ല, സീനാണ്. ഗ്രാൻഡ് പന മാറിയല്ല കേട്ടോ ഗൈസ്. ഗ്രാനി എല്ലാ സൗണ്ടും കേൾക്കും, അതാണ്. ഗ്രാൻഡ് പ ചിലതേ കേൾക്കുള്ളൂ എന്ന് വിചാരിക്കും. അത് മാത്രമല്ല ഗൈസ്, ഗ്രാനിക്ക് സ്പീഡ് കൂടുതലാണ്. ഗ്രാൻഡ് പെന്നെ ആര് പതുക്കല്ല നടക്കുക. ഗൈസ് നമ്മൾ സ്ഥിരം പണി ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കാം. ഗൈസ് ഗ്രാനിപ്പോൾ വരും. ഗ്രാനി എല്ലാ സൗണ്ടും കേൾക്കും, പിന്നല്ല ഈ വലിയ സൗണ്ട് എന്തായാലും കേൾക്കും. ഇപ്പം അങ്ങോട്ട് വരും. അതാ വരുന്ന കൈസ് പോണോ കേട്ടെ. ഞാൻ അങ്ങോട്ട് മേലോട്ട് എന്താ ഒന്നുമില്ല കൈസ്, ഒന്നും കിട്ടിയില്ല. മേലോട്ട് പോവാ കാരണം ഗ്രാനി ഇപ്പം ഏത് നിമിഷം ഇങ്ങോട്ട് വരും. കൈസ് ഇവിടെ എന്താ, ഇവിടെ ഒന്നുമില്ല. ഗൈസ് ഗ്രാനി ഇപ്പോൾ ഏത് നിമിഷം കൊണ്ട് ഹാൻഡ് വീല് കിട്ടി. ഗൈസ് ഇവിടെ ഒന്നുമില്ല. ഗ്രാനി ഇവിടെ ഉണ്ടാ സ്ട്രോക്കിനകത്ത് ഇതിൻ്റെ അടിയിൽ എന്താ ഉണ്ടാക്കുക, ഇതിൻ്റെ അടിയിൽ എന്താ ഉണ്ടാക്കുക. ഓ ഗൈസ് 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 കിട്ടി ഗൈസ്, നമ്മളെ സാധനം കിട്ടി. ഇതിവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഈ സൗണ്ട് ഇട്ട് ഗ്രാനിപ്പം ഇങ്ങോട്ട് വരും. വേഗം വാ വേഗം വാ വേഗം വാ വേഗം വാ തള്ളേ ഗ്രാനി തള്ളേ. ആ പിടിച്ചു ഗൈസ്. ഗ്രാനി 2 മിനിറ്റിനാട്ടോ പോയത്, വെറും 2 മിനിറ്റിനാണ്. 2 മിനിറ്റ് പറയണതിൽ 2 മിനിറ്റൊന്നും കിട്ടൂല. 2 മിനിറ്റൊക്കെ ഇതിൽ വളരെ ചെറുതാണ്. ഗൈസ് ഹെലികോപ്റ്റർ മാൻ വരും. ഇനി അടുക്കള തപ്പട്ടെ, ഗ്രാനീൻ്റെ അടുക്കള തപ്പ. ഇതില്ലേ ഗ്രാനീൻ്റെ ഡെയിലി റൂട്ടീൻ ഇങ്ങനെ ചെയ്തു പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഗ്രാനീൻ്റെ മുമ്പ് പോയി പെട്ടാലാണ് ഈ ഗ്രാനി നമ്മൾ അടിച്ചു കൊല്ലണേ. അപ്പോൾ എന്താ മാക്സിമം ഗ്രാനി കാണാതെ വേണം ഇതിൽ കളിക്കാൻ. സെക്യൂരിറ്റിക്ക് ഗ്രാൻഡ് ഇല്ലാത്ത കളിയാനുണ്ടല്ലോ, സെക്യൂരിറ്റിക്ക് ഇത്ര വേഗം കിട്ടി. എനിക്കൊന്നും ഇതിൽ നമ്മൾ മിക്കവാറും ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യേണ്ടി വരും. ഒന്നുമില്ല കേട്ടോ. ആ സ്റ്റൺ ഗണ്ണ് കൈമൊന്നും വിടാൻ പറ്റില്ല. സ്റ്റൺ ഗണ്ണ് കൈമ പിടിച്ചോണം കളിക്കാൻ. ഗസോലിനും കിട്ടിയില്ലേ. ഓ ഡക്കട്ട് ടാപ്പ് കിട്ടിയില്ല. ഹെലികോപ്റ്റർ മാനുവൽ കിട്ടി. ഇനിയിപ്പോൾ മേലോട്ട് വേണം. ആ 3 പീസ് ഓഫ് പിക്ചറും കിട്ടിയെന്നാണ് തോന്നിട്ടോ. ഒന്ന് നമ്മുടെ ടേബിളിൻ്റെ മേലെ, ഒന്നാ കിടക്കൻ്റെ മേലെ ഉണ്ട്. അങ്ങനെ കുറേ എണ്ണം കിട്ടി. ഇവിടെ വല്ലതുണ്ടോ? നത്തിങ്. ഓ ബോട്ട് എസ്കേപ്പ് വേണ്ട. സ്പാർക്ക് ബ്ലോക്കൊക്കെ ഞാൻ ഏത് മൂലയിലാണ്. ഓ ക്രോബാർ കിട്ടി. ഇരുമ്പ്. പക്ഷെ എനിക്കൊന്ന് ഗ്രാനി നീറ്റുണ്ടാവും കേട്ടോ. ഗ്രാനി നീറ്റുണ്ടാവും. സൗണ്ട് ഉണ്ടാക്കിയൊക്കെ ജസ്റ്റ് ഞാനത് താഴെയിട്ടുണ്ട്. നമുക്ക് ഒരു പീസ് ഓഫ് പിക്ചർ ഇവിടെ ഒന്നാ ബെഡിൻ്റെ മേലുണ്ടെന്നു. ഒരെണ്ണം ഞാൻ താഴെ കണ്ടിട്ടുണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ ഒന്ന് ബെഡിൻ്റെ അവിടെ ഉണ്ട്. ഗ്രാനി എന്താ വരാത്തത്? സെൻസിറ്റിവിറ്റി ഒക്കെ ഫുള്ളല്ലേ. ഗ്രാനി ഇതെന്താ വരാത്തത്? ആ ഗൈസ് ഒന്ന് ഞാൻ ആ സ്റ്റൺ ഗണ്ണ് കിട്ടി അവിടെ കണ്ടിനി. ഒരു പീസ് ഓഫ് പിക്ചർ അവിടെ ഉണ്ട്. എനിക്ക് ഉറപ്പാണ് ഗ്രാനി സ്പോണായിട്ടുണ്ട്, ഉറപ്പാണ് ഗൈസ്. ഗ്രാനി സൗണ്ട് കേൾക്കണ നന്നായിട്ടോ.
നമ്മുടെ സുഖത്തിൽ ഗ്രാൻഡ് പന കാര്യമല്ല, നമുക്ക് സുഖത്തിൽ ഗ്രാൻഡിനെ അങ്ങനെ വിളിച്ചു വരുത്താതെ വരുന്നു. വാ ഇവിടെ ഇവിടെ ഓക്കെ. താ എൻ്റെ ആമോ താ. ഓക്കെ, ആദ്യം ഈ പിക്ചർ കൊണ്ട് വെക്കട്ടെ ഗൈസ്. ഇവിടെ അങ്ങനെ കൊണ്ട് ഡ്രോപ്പ് ആക്കിയിട്ട് എല്ലാ പിക്ചറും ഗൈസ്. ഒന്ന് ആ സ്പൈഡറിൻ്റെ അവിടെ ഉണ്ട്, ഈ കിടക്കൻ്റെ മേലെ ഇല്ല. പിന്നെ ഞാൻ ഉടനെ കണ്ട് ഇവിടെ ഒന്ന് കണ്ടുക്കണം കേട്ടോ ഗൈസ്. ആ ഒന്നത് അവിടെ. അതവിടെയും വെച്ച് ഒന്ന് ഇതിൻ്റെ അകത്തട്ടോ ഗൈസ്. ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യണമായിരിക്കും നല്ലത്, കാരണം അതിൻ്റെ പൈതിമുക്ക സാധനങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഫ്യൂസും കൂടി ഉള്ളു കിട്ടാൻ. ഫ്യൂസ് മിക്കവാറും ബാത്റൂമിലായിരിക്കും ഗൈസ്, അതിലൊരു സംശയമില്ല. ബാത്റൂമിലുണ്ടാവും. കണ്ടോ, ഫ്യൂസ് അവിടെ ഉണ്ട്. ഈ ഗ്രാനി ഈ റൂമിൽ നിന്നല്ല സ്പോണാണ്. ഓക്കെ, 2 പീസ് ഓഫ് പിക്ചറായി. ഓക്കെ, 3 എണ്ണമായി. ഇനി നമുക്ക് എന്താ വേണ്ടി? വെപ്പൺ വേണ്ടി വരില്ലേ പറഞ്ഞാതിരി. ഗൈസ് വെപ്പൺ വേണ്ട, അവിടെ ഷൂട്ട് ചെയ്യാൻ. കയറില്ല, ഓരോ പിക്ചർ എടുത്ത് കയറി. ഗൈസ് ഒരു മിനിറ്റ്, നമുക്ക് ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഈ സ്റ്റൺ ഗൺ ഒരു സേഫ്റ്റിക്ക് ഇവിടെ കൊണ്ടുവിടാം, എന്നിട്ട് മുകളിലോട്ട് കയറാം. ഗൈസ് വെപ്പൺ ഇല്ലാതെ ഇതിൽ കളിക്കാൻ കഴിയില്ല, കാരണം വെപ്പൺ വേണം അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ. വെപ്പൺ ഇനിയിപ്പോൾ ചിലപ്പോൾ വെപ്പണിക്ക് അവിടെ ഉണ്ടാവും, ആ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ. ഈ 3 പീസ് ഓഫ് പിക്ചർ വെച്ചാൽ മനസ്സിലാവും. ഗൈസ് ഇപ്പം ഗ്രാനി വന്നാൽ പേടിട്ടോ. അല്ലോ കയറ. ഓക്കെ, ഇനി ഒരു പിക്ചറും പാടി. ഗൈസ് എനിക്കൊന്ന് ഗ്രാനി സ്പോണുണ്ടോ, ഗ്രാനീനൊന്നും കൂടി തട്ടാം. ഗ്രാനി ഗൈസ്, ഞാനത് തട്ടി മറിച്ചിട്ട് കണ്ടീരതാ അവിടെ. ഒരു വട്ടം നാരങ്ങ ചട്ടി കണ്ടാട്ടെ. ഓക്കെ, ഇനി സ്റ്റൺ ഗൺ കൊടുക്കട്ടെ. ഈ പിക്ചറും പാടി വെക്കാം. ഗൈസ് ഗ്രാനി പെട്ടെന്ന് സ്പോണാവുണ്ട് കേട്ടോ, അതൊരു സീനാണ്. എന്ത് സ്പീഡിലാണ്ട് സ്പോണാണ് ഗൈസ്. ഇത് തുറന്നിട്ട് കാര്യമില്ല, അവിടെ കട്ടിങ് പ്ലെയർ ആവശ്യമാണ് ഗൈസ്. ഞാൻ വെപ്പം തപ്പട്ടെ. ഇനിയിപ്പോൾ എന്താ വേണ്ടി? ഹെലികോപ്റ്റർ അത് പോരെ, ഹെലികോപ്റ്റർ മാനുവൽ കിട്ടി, അതുപോലെ നീ ഗസോലേനും കിട്ടി. ഇനിയിപ്പോൾ എന്താ? വെപ്പൺ കീ. അതിനിപ്പോൾ വെപ്പൺ കീ. അതിനിപ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് ചാടി? എന്തിനപ്പോൾ മേലല്ലേ? എനിക്ക് ഒന്ന് വെപ്പൺ കീ ആ വീഡിയോ ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും ചാൻസുണ്ട്. ചില സമയത്ത് അവിടെ ഉണ്ടാവുന്നുണ്ട് ഗൈസ് വെപ്പണ്. ഞാൻ എന്തിനാ അപ്പം അങ്ങോട്ട് ചാടിയെന്ന് എനിക്കറിയാത്ത. ഇത് അവിടെ ഉണ്ടാവലുണ്ട് വെപ്പണിക്ക്. ഞാൻ പറഞ്ഞ ആര് തന്നെ ഇതാ വെപ്പണിക്ക് ഇതവിടെ. ഗൈസ് നമുക്ക് ഓടിപ്പോയിട്ട് വേഗം വെപ്പണിക്ക് എടുക്കട്ടെ ഗൈസ്. ഗ്രാനി സ്പോണാവുന്നതിന് മുമ്പ് വേഗം പോയി വെപ്പണിക്ക് എടുക്കാം. വെപ്പൺ എടുക്കാം. വെപ്പണിക്ക് എന്ന് ഗൈസ് വായൽ വരുന്നത്. അതിൽ ചാടണ അല്ലല്ല, ചിലപ്പോൾ ഗ്രാനി എങ്ങാനും സ്പോൺ ആയിക്കാൻ എന്നെ കണ്ടുപിടിക്കൂലേ, അപ്പോൾ അതിൽ ചാടണത് നല്ലതല്ല. വെപ്പൺ അങ്ങനെ കിട്ടി. ഗ്രാനി ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഗ്രാനീനൊന്നും കൂടി തട്ടല്ലേ? വേണ്ട, ഇപ്പം എന്തിനാ? ഞാൻ മേലോട്ടല്ല പോണേ, ഇപ്പം എന്തിനാ തട്ടണേ? ഗ്ലാസ് ഫ്യൂസ് ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വരണം. കാരണം ഗ്ലാസ് ഫ്യൂസ് എന്തിനാന്ന് നിങ്ങൾക്കറിയാലോ. അവിടെ ഒരു പൊളിഞ്ഞ് നമ്മൾ താഴത്തോട്ട് പോകണം. ഒരു മിനിറ്റ്, ഈ ഒരളവിൽ വെക്കട്ടെ, അപ്പോൾ പറഞ്ഞുതരാം. ഉണ്ട മെഷീനിൽ ഉണ്ടല്ലേ?
ഉണ്ട് ഗൈസ്. അതേമാതിരി തന്നെ ഒന്ന് അവിടെ വെക്കാം. അയ്യേ അതുണ്ട്. ഉണ്ട മെഷീനാ ഉണ്ടതാ മതിയോ? മിസ്സായി. അതും കൊണ്ട് ഗൈസ് കണ്ടോ ഇവിടെ ഒരു ഇത് കണ്ടില്ലേ? അതിനാണ് ഇപ്പോൾ ഇത്. ഇവിടെ ഫ്യൂസ് വെക്കണം ഗൈസ്. അതിന് മുമ്പ് ഗ്രാനിനെ എനിക്ക് തട്ടാണ്ട് ഗൈസ്. ഗ്രാനിനെ തട്ടിയാൽ എനിക്കിപ്പോൾ താഴെ ബാത്റൂം പോയി ഗ്ലാസ് ഫ്യൂസ് എടുത്ത് തരാനായോ. പിന്നെ ഡക്കിട്ട് ഗൈസ് ഡക്കിട്ട് ടാപ്പ് കിട്ടിയില്ല. അത് മിക്കവാറും ക്രോബാർ എടുത്ത് തുറന്നാലേ കിട്ടുന്നുണ്ടാവും. ഗൈസ് ഞാൻ ക്രോബാർ എടുത്ത് താഴേക്കിടെ ഇട്ട അപ്പോൾ ആ സൗണ്ട് കിട്ടി ചിലപ്പോൾ ഗ്രാനി വരും. താഴോട്ട് പോയി ക്രോബാർ താഴോട്ട് വെക്കണ ലക്ഷണമില്ലല്ലോ. ഇരി ഡ്രോ ക്രോബാർ താഴോട്ട് ഇനിയിപ്പോൾ ഗ്രാനി അഥവാ സ്പോണായിട്ടുണ്ടെങ്കിൽ ഗ്രാനി ഇപ്പം അങ്ങോട്ട് വരും കേട്ടോ. ഗ്രാനി സ്പോണായിട്ട് ഉണ്ടാവണം. അതാ സാധനം ഇട്ടിട്ടുണ്ട്. ഫ്യൂസ് എടുത്ത് തരാം. വേഗം വേഗം ഫ്യൂസ് വേഗം പണി നിർത്താൻ നല്ലതാ. പിന്നെ എത്ര വട്ടായി വെക്കണ് ഫ്യൂസ് ഇതാ. ഇപ്പം ആ ക്രോബാർ എടുത്ത് തുറന്നു നോക്കേണ്ടി വരും മിക്കവാറും. ആ ഡക്കട്ട് ടാപ്പ് കിട്ടണമെങ്കിൽ ക്രോബാറിലായിരിക്കും മിക്കവാറും ഉണ്ടാവില്ല. ഞാൻ ഇത്ര സ്പോണായോ ഗൈസ്? എനിക്ക് ആ ഡോറൊന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേ വരാലോ. ഓക്കെ ഇപ്പം സെറ്റ്. ഗൈസ് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അടുത്തെത്തി ഗൈസ്. ഡക്കട്ട് ടാപ്പ് മാനുവലി ഗൈസ്. ഹെലികോപ്റ്റർ കീ വേണ്ടേ? കീ അപ്പോൾ ക്രോബാർ എടുത്ത് തുറന്നു നോക്കേണ്ടി വരും ഗൈസ്. ഇപ്പോൾ ഗ്രാനി ഇത് സ്റ്റൺ ഗണ്ണ് കൂടാണ് ഗൈസ്. ആ ഗണ്ണിൽ ആമോ ഇല്ല. ഈ സ്റ്റൺ ഗണ്ണത് കൂടാണ് ഗൈസ്. ഗ്രാനി കാണാൻ ഓടാ അത്രേ ഉള്ളു പണി. സ്റ്റൺ ഗണ്ണ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ അബദ്ധത്തിൽ മറിച്ചിട്ടല്ലോ. തുറ ഡക്കട്ട് ടാപ്പ് കിട്ടി ഗൈസ്. ഇനി ഹെലികോപ്റ്റർ കീയും പാടി കിട്ടിയാൽ മതിട്ടോ ഗൈസ്. ഹെലികോപ്റ്റർ കീയും പാടി കിട്ടണം. അതിന് എവിടെയാണാവോ? ഓക്കെ അത് ഒട്ടിച്ച് ഇനി ഗ്യാസോലീൻ എടുത്തോണ്ട് വരണ്ടേ. പിന്നെ അതവിടെ കട്ടെ. പിന്നെ ഹെലികോപ്റ്റർക്ക് ഞാൻ ക്രോബാർ എടുത്ത് ഒന്നും കൂടി തുറന്നു നോക്കേണ്ടി വരും ഗൈസ്. എനിക്ക് ഗ്രാനി വരുന്നുണ്ടോന്നാണ്. ഗൈസ് ഒന്ന് മെല്ലെ പോയി സ്റ്റൺ ഗൺ എടുത്താലാ. ചാടിക്കഴിഞ്ഞാൽ ഗ്രാനി സൗണ്ട് ആക്കും. അതാണ് മെല്ലനെ ഇറങ്ങി. അപ്പം എനിക്ക് ചാടാനേ അറിയുള്ളൂ, ഇറങ്ങാറിയില്ല. എന്തിനപ്പോൾ കയറി? ഇതേതറ മരവാഴ. ഗ്രാനീനെ കാണില്ല. മിക്കവാറും സ്പോണായിട്ടുണ്ട് കേട്ടോ. ഗ്രാനി സ്പോണായിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ എന്താ? ഗ്രാനി ഗൈസ്. ഇതിൽ മറ്റേ ICU മോനില്ല കേട്ടോ. ഇത് നന്നായി എന്തായാലും. കണ്ടില്ലേ? എന്നാ അവിടെ
പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കിയില്ലല്ലോ നമ്മൾ. ഗായ്സ് ദേ ഇരിക്കണേ ഹെലികോപ്റ്റർ കീ. ഇതെല്ലാം നമ്മൾ ഇത്രയും നേരം തപ്പിയത്. ഇത് ഇവിടെ ഇടാൻ. എന്നിട്ട് നമുക്ക് വേഗം പോയി ഗസോലീൻ എടുത്തുകൊണ്ട് വരാം. ഗസോലീൻ ഇവിടെ ഓടുകയല്ലേ. ഇതൊക്കെ ഗസോലീൻ ഇതായിരിക്കും. ഗസോലീനും കിട്ടി ഗായ്സ്. ഗായ്സ് നമ്മൾ എസ്കേപ്പ് ആകാൻ പോവാണ്. ഇനി അതേമാതിരി അങ്ങോട്ട് തന്നെ കളിക്കാം. ഇനി ഹെലികോപ്റ്ററൊക്കെ ഇടാം. ഇനി ഇതെടുത്ത് മേലോട്ട് പോവുക. ഗൈസ് ഗ്രാനി ആയാലും ഗ്രാൻഡ് പ ആയാലും അമ്മക്കൊരു വിഷയമല്ല ഗൈസ്. ഗ്രാൻഡ് പേൻ്റെ ഒരു എന്തോ ഒരു മിസ്റ്റേക്കിൽ ഞാൻ ഒരു വട്ടം ചത്തുപോയി ഗൈസ്. നിങ്ങൾ കണ്ടാണല്ലോ. ഗ്രാനിൻ്റെ ഞാൻ ഒരിക്കലും ചാവൂല. ഗ്രാനി ആര് ഇന്ന മാത്രം ഗ്രാനി എന്ന് പറയാം. ഗ്രാൻഡ് പേൻ്റെ സീൻ എന്താ പറയുക, ഗ്രാൻഡ് പ സൗണ്ട് കേൾക്കില്ല. അപ്പം നമുക്കിങ്ങനെ വിളിച്ച് വരുത്താൻ കഴിയില്ല. പക്ഷേ ഗ്രാനി എല്ലാ സൗണ്ടും കേൾക്കും. അതിനോണ്ട് നല്ല സുഖത്തിൽ വിളിച്ച് വരുത്താക്കില്ല ഗൈസ്. എനിക്ക് ഫസ്റ്റ് തന്നെ ആ സ്പൈഡറിനെ അവിടെ നിന്ന് സ്റ്റൺ ഗൺ കിട്ടിയാൽ നന്നായിട്ടോ. സ്റ്റൺ ഗൺ കിട്ടിയാൽ എന്തായാലും നന്നായി. ഇനിയിപ്പോൾ എന്തായാലും ഹെലികോപ്റ്റർ കീ ഇതല്ലേ ഉള്ളൂ. ഓക്കെ സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 ഗ്രാനിനെ വെച്ചുകൊണ്ട് ഒരു ദിവസം പോലും ചാവാതെ നമ്മളിതാ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്തു. ഇവിടെ ഇപ്പോൾ വരൂല കള്ളോ. പറക്ക ഹെലികോപ്റ്റർ ആരെ കത്തിട്ട് അതാ നോക്കിക്കണേ. ഇവിടെ മേലെ ഇവിടെ ഞാൻ പോയി വലിയ ഓവറാക്കലില്ലേ ഇനു. ഗൈസ് ഒരു ദിവസം ഒരൊറ്റ വട്ടം പോലും പിടിച്ചില്ല. ഡേ 1 തന്നെ നമ്മൾ എസ്കേപ്പ് ആയിട്ടോ. അതും ഹെലികോപ്റ്റർ എസ്കേപ്പ്. നിങ്ങൾക്കറിയാലോ ഹെലികോപ്റ്റർ എസ്കേപ്പ് എത്ര പണിയെന്ന് അറിയാലോ. ഇനി അടുത്ത വട്ടം ബോത്തിട്ട് കളിക്കണം കേട്ടോ ഗൈസ്. അടുത്ത വട്ടം ബോത്തിട്ട് കളിക്കണം. അത് നിങ്ങൾക്കറിയാലോ സീനായിരിക്കും ബോത്ത്. രണ്ടാളുണ്ടാകുമ്പോൾ സീനാണ്. ഒരാളാകുമ്പോൾ വലിയതില്ല. ഗ്രാനി തീരെ ഇതുണ്ടാവില്ല. ഗ്രാൻഡ്പ്പണാണ് പേടിക്കേണ്ടത്. കാരണം ഗ്രാൻഡ്പ്പ ഉടുന്നാ പൊട്ടി മുളച്ച് വരാമെന്ന് അറിയാൻ പറ്റില്ല ഗൈസ്. ഇനി എക്സ്ട്രീമിലൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു ഗൈസ്. എക്സ്ട്രീമിൽ രണ്ടാളുണ്ടാവും ചെയ്യും. ഡാർക്കർ ഓണായിരിക്കും, എക്സ്ട്രാ ലോക്കും ഉണ്ടാവും. എൻ്റെ അമ്മ. പ്രാക്ടീസിൽ ഇങ്ങനെ ആരും ഉണ്ടാവില്ലല്ലേ വീട്ടിൽ. ഞാൻ ഇപ്പം കളിച്ച് ഈസി ആട്ടോ ഗൈസ്. അതും ഗൈസ് ഇതാ അടുക്കള. ഇതെന്താ ഗൈസ്, ഞാൻ ആ റേഡിയോ നോക്കിയപ്പോൾ എന്തൊക്കെ വന്ന് പോട്ടെ. ഓക്കെ ഗ്രാനി ചാപ്റ്റർ 2. എന്നാൽ പിന്നെ ഇനിയും വേണ്ടിയല്ലേ. എന്നാൽ പിന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ ചേർത്താണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായി ഈ ചാനൽ മുമ്പോട്ട് പോകണമെങ്കിൽ. രണ്ടെണ്ണമൊക്കെ എസ്കേപ്പ് ആയില്ലേ. ഒരു സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യടോ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.